ഹലോ! എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ മുളകിട്ടതാണ് കേട്ടോ. അതിനായിട്ട് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ നെത്തോലി ഉണക്കമീനാണേ. അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 10-20 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ചെറുതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കറിയുടെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ അരിയുമ്പോൾ. ഇനി 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം സവാള എടുക്കാവേ. എന്തുകൊണ്ടും നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് ചെറിയ ഉള്ളിക്കായിരിക്കും. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയെല്ലാം പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വരും. അതിന് വേണ്ടിയിട്ടാണേ. അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാശ്മീരി മുളക് പൊടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് നന്നായിട്ട് മാറണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിൽ യോജിപ്പിച്ച് തക്കാളി എല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. വാളം പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. അത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഉണക്കമീൻ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ നമ്മൾ അടിപൊളി ഉണക്കമീൻ മുളകിട്ട കറി ഇവിടെ റെഡിയായി കിട്ടും. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.